നെക്സ്റ്റ് യൂണിഫോം പ്രഷർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എടുക്കുക. മീൻ റേഡിയസിൻ്റെ ഇക്വേഷൻ 2/3 ഇൻറ്റു R2³ മൈനസ് R1³ ഡിവൈഡ് ബൈ R2² മൈനസ് R1². 2/3 ഇൻറ്റു ആ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്കറിയാം ഇൻസൈഡ് റേഡിയസ് ഔട്ട്സൈഡ് റേഡിയസും അറിയാം, ആ വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ ആക്സിയൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അതും യൂണിഫോം പ്രഷറിൻ്റെ അവിടെ നിന്ന് തന്നെ എടുക്കണം. രണ്ട് കേസേ ഉള്ളൂ, രണ്ട് കേസിൽ ഇക്വേഷൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് രണ്ടും ഒരുമിച്ചൊന്ന് എഴുതി വെച്ചാൽ തന്നെ പകുതി നമുക്ക് ഓക്കെ ആവും. W = π ഇൻറ്റു R2² മൈനസ് R1² ഇൻറ്റു പി വാല്യൂ തന്നിട്ടുണ്ട് 0.1 എന്ന്. അതിലിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ആക്സിയൽ ഫോഴ്സും കിട്ടും. അത്രേ ഉള്ളൂ അവിടെ. ഇനി ചെയ്യാനുള്ളത് ഫ്രിക്ഷണൽ ടോർക്കാണ്. ഫ്രിക്ഷണൽ ടോർക്കിൻ്റെ ഇക്വേഷനും ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മ്യൂ ഇൻറ്റു W ഇൻറ്റു RM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മ്യൂ ഇൻറ്റു W ഇൻറ്റു RM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ RMൻ്റെ ബോത്ത് സൈഡ്സ് ആകുമ്പോൾ ഇൻറ്റു 2 കൂടെ വരും, അത്ര ചെയ്തിട്ടുള്ളൂ. ഇൻറ്റു N എന്ന് വരാൻ കാരണം രണ്ട് സൈഡ്സ് എഫക്റ്റീവ് ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ N കൂടെ ഇട്ടത്. മ്യൂ തന്നിട്ടുണ്ട് 0.3 എന്ന്, W തൊട്ട് മുമ്പിൽ കിട്ടി, ഇൻറ്റു RM മീൻ റേഡിയസ് അതും നമ്മൾ കണ്ടുപിടിച്ചു. R2³ മൈനസ് R1³ എന്നുള്ള ആ ഇക്വേഷൻ RMൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആ RM വാല്യൂവും കിട്ടും. ഇൻറ്റു ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റു 2ഉം ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ T കിട്ടി, ഫ്രിക്ഷണൽ ടോർക്ക്, ടോട്ടൽ ഫ്രിക്ഷണൽ ടോർക്ക് കിട്ടി. ഇനി പവറിൻ്റെ ഇക്വേഷൻ 2π ഇൻറ്റു N ഇൻറ്റു T ഡിവൈഡ് ബൈ 60, 2π/NT/60. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പവറാണ്, ബാക്കി എല്ലാ വാല്യൂവും കിട്ടി. T ഫ്രിക്ഷണൽ ടോർക്കാണ് ഇട്ട് കൊടുത്തു. പൈ അറിയാം, 3000 RPMൻ്റെ സ്പീഡ് അറിയാം, എല്ലാ വാല്യൂ അറിയാം. നേരെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും, 15717 എന്നുള്ള രീതിയിലുള്ള ഇത്ര വാട്ട് എന്നുള്ള ആൻസർ കിട്ടും. അത് നമുക്ക് കിലോ വാട്ടിലോട്ടാക്കാൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ 15.7 എന്ന് കിട്ടും. എളുപ്പമുണ്ട്. ചെറിയ വാല്യൂസ് ആയിട്ട് എഴുതുക. കിലോ വാട്ടിൽ എഴുതുന്നതായിരിക്കും നല്ലത്. നമുക്ക് വാട്ടിൽ കിട്ടും, കിലോ വാട്ടിൽ എഴുതി വയ്ക്കുക. ബൈ 1000 ചെയ്താൽ മതി, 15.7 എന്ന് എഴുതി വയ്ക്കുക. റിസൾട്ട് എന്ന് പറയുമ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് കൺസിഡറിങ് യൂണിഫോം വെയർ ആൻഡ് യൂണിഫോം പ്രഷർ ആർ 12.9 കിലോ വാട്ട് ആൻഡ് 15.7 കിലോ വാട്ട്. രണ്ട് രീതിയിൽ യൂണിഫോം പ്രഷറും യൂണിഫോം വെയറും കൺസിഡർ ചെയ്തിട്ടുള്ള പവർ ട്രാൻസ്മിറ്റഡ് കണ്ടുപിടിച്ചു. 12.9 അതുപോലെ തന്നെ 15.7. സിമ്പിളാണ്. രണ്ട് കൺസിഡറേഷൻ മാത്രം നോക്കുക, അസംഷൻസ് നോക്കുക, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. എ പ്ലേറ്റ് ക്ലച്ച് ഹാവിങ് സിംഗിൾ ഡ്രൈവിംഗ് പ്ലേറ്റ് വിത്ത് കോണ്ടാക്ട് സർഫസ് ഓൺ ഈച്ച് സൈഡ് ഈസ് required to transmit 25 kilowatt at 900 RPM. The outer diameter of the contact surface is to be 360 mm. The coefficient of friction is 0.25. Determine the inner diameter of friction surface assuming uniform pressure of 85 kilowatt. The axial thrust to be exerted on the spring on pressure plate and maximum torque that can be transmitted and the maximum intensity of pressure when uniform wear conditions assuming the same dimensions and same axial thrust. ക്വസ്റ്റ്യൻ അറിയാവുന്ന കാര്യങ്ങളൊന്നും എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത് നോക്കാം. ആദ്യം ഗിവൺ ഡേറ്റാസ് ഫുൾ എഴുതി വയ്ക്കുക. ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ, ആദ്യം ചെയ്യാനൊന്നുമില്ല. അപ്പം ഗിവൺ ഡേറ്റാസ് ഒന്ന് എഴുതാം. ഇവർ പറഞ്ഞിട്ടുണ്ട് എ പ്ലേറ്റ് ക്ലച്ച് ഹാവിങ് എ സിംഗിൾ ഡ്രൈവിംഗ് പ്ലേറ്റ് വിത്ത് കോണ്ടാക്ട് സർഫസസ് ഓൺ ഈച്ച് സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നിൻ്റെ വാല്യൂ 2 ആണെന്ന് ഓർക്കുക. രണ്ട് സൈഡുണ്ട്. പിന്നെ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, 25 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. എത്ര സ്പീഡിൽ, 900 സ്പീഡിലാണ് എത്ര ചെയ്യേണ്ടത്, 25 കിലോ വാട്ട്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ 25 കിലോ വാട്ടാണ്. അത് വാട്ടിലോട്ട് മാറ്റുവാണെങ്കിൽ 25 × 10⁻³ വാട്ടാവും. RPM എന്ന് പറയുമ്പോൾ സ്പീഡ്, N എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ തന്നിട്ടു 900 തന്നിട്ടുണ്ട്, അത്ര RPM തന്നിട്ടുണ്ട്. പിന്നെ തന്നേക്കുന്ന വാല്യൂ എത്രയാണ്, പിന്നെ തന്നേക്കുന്നത് ഔട്ടർ ഡയമീറ്റർ ഓഫ് കോണ്ടാക്ട് സർഫസ് ഈസ് ടു ബി 360 എന്ന് തന്നിട്ടുണ്ട്. ഔട്ടർ സർഫസിൻ്റെ D2 എന്ന് പറഞ്ഞാൽ 360, അതായത് ഔട്ടർ ഡയമീറ്റർ 360. പിന്നെ പറഞ്ഞേക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.25, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25. അതുപോലെ തന്നെ ഇന്നർ ഡയമീറ്റർ ഓഫ് ഫ്രിക്ഷൻ സർഫസ് അസ്യൂമിങ് യൂണിഫോം പ്രഷർ. ഇന്നർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ P, അവിടുത്തെ P വാല്യൂ യൂണിഫോം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ P ആണെങ്കിൽ, അതായത് 85 കിലോ പാസ്കൽ എന്നാണ് തന്നേക്കുന്നത്. ആ കിലോ എന്നുള്ളത് മെഗാ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 10⁻³ കൊണ്ട്, അതായത് ബൈ 1000 കൊണ്ട് ചെയ്തേക്കുവാണ്. 85/1000 ആണ് ചെയ്തേക്കുന്നത്.
അതാണ് 85 × 10⁻³ എന്ന് പറയുന്നത്. അത്രയും മെഗാ പാസ്കൽ ചെയ്യേണ്ട, കിലോ പാസ്കൽ ഇവിടെ തന്നേക്കുന്ന വരും. അത് മെഗാ പാസ്കലിലാക്കി ബൈ 1000 ചെയ്തേക്കുവാണ്. ഇനി നമുക്ക് തുടങ്ങുന്നത് ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ഫ്രിക്ഷൻ സർഫസ് കൺസിഡറിങ് യൂണിഫോം പ്രഷർ പവർ ഇക്വേഷൻ. അത് വെച്ച് ടോർക്ക് ട്രാൻസ്മിറ്റഡ് തന്നെ 2π/ND/60 ജനറൽ ഇക്വേഷൻ 2π/ND/60 ആണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ പി തന്നിട്ടുള്ളതുകൊണ്ട് നേരെ ഇട്ട് കൊടുത്താൽ മതി. പിയും അറിയാം, എന്നും അറിയാം. പിന്നെ എന്നാ ടി ടോർക്ക് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടും 60p/2πn. പി നമുക്ക് 25 × 10⁻³ എന്നുള്ളത് നമ്മൾ ആദ്യം പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. N 900 തന്നിട്ടുണ്ട്, ഇത്ര RPM തന്നിട്ടുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 265.26 × 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. ടോർക്ക് ട്രാൻസ്മിറ്റഡ് കേട്ടോ, ടോർക്ക് ട്രാൻസ്മിറ്റഡ് അതായിരുന്നു നമ്മുടെ ടോർക്ക് ട്രാൻസ്മിറ്റഡ് കണ്ടുപിടിച്ചു. ഇനി ഔട്ടർ ഡയമീറ്റർ ആണ് തന്നേക്കുന്നത്. ഔട്ടർ റേഡിയസ് ആണ് കണ്ടുപിടിക്കാം, /2. ഔട്ടർ ഡയമീറ്റർ ആണ്, ഔട്ടർ റേഡിയസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് കണ്ടുപിടിക്കാം /2 ചെയ്യുക. 360/2 180 mm എന്ന് കിട്ടും. ഇനി യൂണിഫോം പ്രഷർ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഉള്ള RM വാല്യൂ, യൂണിഫോം പ്രഷർ കണ്ടീഷൻ ആണെങ്കിൽ RM വാല്യൂ എന്നായിരുന്നു? RM = 2/3 × R2³ - R1³ /R2² - R1² = 2/3 വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് R1 കിട്ടാനാണ് ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചത്. RM എന്നുള്ള വാല്യൂ നമുക്ക് അറിയത്തില്ല. ഇനി ആക്സിയൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്നാ? W അല്ല ആക്സിയൽ ഫോഴ്സ് W. യൂണിഫോം പ്രഷർ ആണെങ്കിൽ ഇക്വേഷൻ എന്നാ? π × R2² - R1² × P. ഈ ഇക്വേഷൻ ഒന്ന് ഒരുമിച്ചില്ല എഴുതി വെച്ചാൽ പെട്ടെന്ന് പിടികിട്ടും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഒരുമിച്ച് എഴുതി വയ്ക്കുക. π × R1 അറിയത്തില്ല, പകരം ബാക്കി അറിയാം. 180² - R1² അങ്ങനെ തന്നെ എടുക്കട്ടെ. ഇവർ ചെയ്തേക്കുന്ന പൈയും മൾട്ടിപ്ലൈ ചെയ്ത് 0.27 കിട്ടി. പൈയും 0.085 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0.27, അത്രയും 180² അത്ര ന്യൂട്ടൺ എഴുതി വെച്ചു. ഇനി ഇക്വേഷൻ നമുക്കറിയാം. ഫ്രിക്ഷണൽ ടോർക്കിൻ്റെ ഇക്വേഷൻ അപ്പുറം ഇപ്പുറം, അതായത് ടോർക്കിൻ്റെ ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്, ഓൾറെഡി 265 എന്ന് കിട്ടപ്പുണ്ട്. അപ്പോൾ T = μ × W × RM × N എന്ന് കൊടുക്കുമ്പോൾ ആ വലിയ ഇക്വേഷനിൽ നമുക്ക് ഒരു സൈഡിൽ ഈ 265ൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അതായത് ഇക്വേഷൻ ഇത് T = 60/P എന്നുള്ള ആൻസർ 265.26 × 10⁻³ എന്നുള്ളത് Tയുടെ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇപ്പർ സൈഡിൽ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? W-ൻ്റെ അവിടെ ഈ 0.27 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. അവർ μ തന്നിട്ടുണ്ട് 0.25. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ Tയുടെ അവിടെ ക്യാപിറ്റൽ Tയുടെ അവിടെ നമ്മൾ നേരത്തെ എഴുതി വെച്ച 265.26 × 10⁻³ കൊടുക്കാം. μ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. W വാല്യൂ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. π × R2² - R1² × P എന്നുള്ളതിൽ നിന്ന് കിട്ടിയ 0.27 × 180² - R1² എന്നുള്ളതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ RM വാല്യൂ നമുക്ക് അറിയാൻ പറ്റത്, R1 അറിയാൻ പറ്റുന്നുണ്ട്, എല്ലാം എഴുതി വയ്ക്കുക. എല്ലാം എഴുതിയെന്ന് എന്ത് കണ്ടുപിടിക്കണം? R1 കണ്ടുപിടിക്കണം. ക്യൂബ് റൂട്ട് എടുത്താൽ മതി. R1³ ആയിരുന്നു. R1ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 വാല്യൂ ഇന്നർ ഡയമീറ്റർ ഓഫ് ഫ്രിക്ഷൻ സർഫസ് കിട്ടും. ഇന്നർ ഡയമീറ്റർ ഓഫ് ഫ്രിക്ഷൻ സർഫസ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ റേഡിയസ് × 2 ചെയ്താൽ മതി. ഈ റേഡിയസ് 143 എന്ന് എടുക്കുക, അത് × 2 ചെയ്യുമ്പോൾ 286 mm എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നർ ഡയമീറ്റർ ഓഫ് ഫ്രിക്ഷൻ സർഫസ് കിട്ടും. ഇന്നർ റേഡിയസിൽ നിന്ന് ഇന്നർ ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? ഈ T = μ × W × RM × N എന്ന് പറഞ്ഞാൽ ബോത്ത് സൈഡ്സ് ആയതുകൊണ്ട് N-ൻ്റെ അവിടെ 2 കൊടുക്കണം. ഇനി T എന്ന് പറഞ്ഞത് തൊട്ട് മുമ്പിൽ ഇവിടെ 60p/2πn എന്നുള്ളതെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി μ × അതൊക്കെ അറിയാം നമുക്ക്. W ഇവിടെ π × R2. ഇതൊക്കെ ഈ ഇക്വേഷൻസ് ഒക്കെ എടുക്കാൻ കാരണം എന്നാ? യൂണിഫോം പ്രഷർ കണ്ടീഷൻ്റെ ഇക്വേഷൻസ് ആണെന്ന് ഓർത്തിരിക്കുക. യൂണിഫോം പ്രഷർ കണ്ടീഷൻസിൻ്റെ ഇക്വേഷൻ. ഇനി R1 നമുക്ക് ഓൾറെഡി കിട്ടി. R1 കിട്ടുമ്പോൾ തന്നെ ആക്സിയൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാം. W = 0.27 × 180² - R1² അവിടെ എന്ത് കൊടുക്കുക? ആ വാല്യൂ R1 വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. R1 വാല്യൂ 143 mm 143 mm എന്ന് കിടപ്പുണ്ട്. R1 വാല്യൂ എടുത്ത് ഈ W-ൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ ആക്സിയൽ ഫോഴ്സ് അല്ലെ W കിട്ടും. ഇനി യൂണിഫോം വെയർ കണ്ടീഷനിൽ മാക്സിമം ഇൻറ്റൻസിറ്റി എവിടെ ആയിരിക്കും കിട്ടുന്നത്? മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കിട്ടുന്നത് എവിടെയാണ്? ഇൻസൈഡ് ഡയമീറ്ററിൻ്റെ അവിടെയാണെന്ന് ഓർത്തിരിക്കുക. നമ്മളത് കുറേ പ്രാവശ്യം പറഞ്ഞു. മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്നത് ഇൻസൈഡ് ഡയമീറ്ററിൻ്റെ അവിടെ, ഇൻസൈഡ് ഡയമീറ്റർ അല്ല, ഇൻസൈഡ് റേഡിയസിൻ്റെ അവിടെ. ഇൻസൈഡ് റേഡിയസ് ഇപ്പോൾ 143 എന്ന് കിട്ടിയ സ്ഥിതിക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. P = C/R1 ആണ്. C എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? P × R1 ആണ്. P max നമുക്കറിയാൻ മേല, മാക്സിമം പ്രഷർ അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്.
R1 വാല്യൂ അറിയാം, 143 എന്ന് അവിടെ ഇട്ട് കൊടുക്കുക. 143 ഇൻറ്റു പി മാക്സ് ഇൻറ്റു ന്യൂട്ടൺ പെർ എം എം എന്നുള്ളത് കിട്ടും. ഈ ന്യൂട്ടൺ പെർ എം എം എന്നുള്ള അതിൻ്റെ യൂണിറ്റാണ് കോഎഫിഷ്യൻ്റ് ഓഫ്, ഇപ്പം നമ്മൾ നേരത്തെ പി ഇസിക്കൽ ടു സി ബൈ ആർ എന്നെടുത്ത ഫസ്റ്റ് യൂണിഫോം വെയറിൻ്റെ കണ്ടീഷനിൽ നിന്ന് കിട്ടുന്ന കോൺസ്റ്റൻ്റാണ്. അതുപോലെ തന്നെ ആക്സിയൽ ലോഡ്, സ്പ്രിങ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ആക്സിയൽ ഫോഴ്സ് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡബ്ല്യു എന്നുള്ളത് ഈക്വലാണ് യൂണിഫോം പ്രഷറിൻ്റെ കേസിലും യൂണിഫോം വെയറിൻ്റെ കേസിലും. അപ്പോൾ ഡബ്ല്യു സെയിം ഇടാം, 2π ഇൻറ്റു സി ഇൻറ്റു R2 മൈനസ് R1 എന്നുള്ളത് യൂണിഫോം വെയറിൻ്റെ ഇക്വേഷനാണ്. ഈ അതായത് ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ രണ്ടെടുത്ത് രണ്ടെണ്ണം ഉണ്ട്. ഇതിൻ്റെ കേസിൽ എന്നായിരുന്നു, π ഇൻറ്റു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ഇൻറ്റു പി ആയിരുന്നു യൂണിഫോം പ്രഷറിൻ്റെ കേസിൽ. ഇനി യൂണിഫോം വെയറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 2πc ഇൻറ്റു R2 മൈനസ് R1 ആണ്. എന്നാൽ രണ്ട് ഈക്വലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ കിട്ടിയ ആൻസർ എടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്ത് കണ്ടുപിടിക്കാനായിട്ട്, പി കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ പി കണ്ടുപിടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഈ സി വാല്യൂ നമുക്കറിയാം, എന്ത് കൊടുക്കണം, 143 ഇൻറ്റു ഈ ഇക്വേഷൻ നമ്പർ 3 എന്നുള്ളത് ഈ പേജിൽ തന്നെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കിടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മുകളിൽ കിടക്കുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്, 143 പി മാക്സ് ന്യൂട്ടൺ പെർ എം എം എന്നുള്ളത് എടുത്ത് നമ്മൾ സീഡ് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഓൾറെഡി പി മാക്സ് ടേം ഉണ്ട്, അതിൽ നിന്ന് പി മാക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 0.097. ഇട്ട് ചെയ്ത് നോക്കണം, ഇട്ട് ചെയ്ത് നോക്കുമ്പോൾ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക നിങ്ങൾ. കിട്ടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അത് ചെയ്ത് പോയാൽ കാൽക്കുലേറ്റർ അടിച്ചു നോക്കണം. കാൽക്കുലേറ്റർ അടിച്ചു നോക്കാതെ ഇത് കിട്ടത്തില്ല, നമുക്കൊരു സ്പീഡ് കിട്ടത്തില്ല. സ്പീഡ് കിട്ടാനായിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്ത് അങ്ങ് പോവാം. ഒരു ബുക്ക് എടുത്ത് ചെയ്ത് പോവുക, കണക്ക് ചെയ്ത് പോവുക, എന്നിട്ട് അത് നോട്ടായിട്ട് നിങ്ങൾ വെച്ചാൽ മതി. കണക്ക് ചെയ്ത് പോവുക, നോക്കി എഴുതരുത്, സ്റ്റെപ്പ് നോക്കിക്കോ, എന്നിട്ട് ചെയ്തു പോവുക. ഇതിലെ ആൻസർ അതുപോലെ എടുത്തെഴുതുന്നതാണ് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. അടുത്ത ആൻസർ ചെയ്ത് തന്നെ കണക്ക് കാൽക്കുലേറ്റർ അടിച്ച് തന്നെ എടുക്കുക. അപ്പം ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടുമ്പോൾ 0.097, അത് തന്നെ മെഗാ പാസ്കൽ, ഒന്നും മാറ്റാനില്ല, അതങ്ങനെ എഴുതിയാൽ മതി. ഇനി യൂണിഫോം വെയർ കണ്ടീഷനിൽ 6 മീൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു, ഹാഫ് ഇൻറ്റു R2 പ്ലസ് R1. ഹാഫ് ഇൻറ്റു R2 പ്ലസ് R1 എന്ന് പറഞ്ഞാൽ എന്നാ, R2 അറിയാം, R1 അറിയാം. R1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 143. അപ്പോൾ എന്ത് കിട്ടും, RM വാല്യൂ കിട്ടും. നമ്മൾ പറഞ്ഞു മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് എന്നായിരുന്നു, മ്യൂ ഇൻറ്റു W ഇൻറ്റു RM ഇൻറ്റു N. W നമുക്കറിയാം എന്നായിരുന്നു, കോമണാണ്, 322.6.77. RM നമുക്ക് 161.5 എന്ന് ഇപ്പോൾ കിട്ടി, ഇൻറ്റു രണ്ട് സൈഡ്. അപ്പോൾ അത്രയാണ് എഴുതിയിരിക്കുന്നത്. അതായത് മ്യൂ ഇൻറ്റു W ഇൻറ്റു RM ഇൻറ്റു N. എല്ലാ വാല്യൂസും അറിയാം. 260.6 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. മില്ലിമീറ്റർ മാറ്റുവാണെങ്കിൽ, മില്ലിമീറ്റർ എഴുതുവാണെങ്കിലും കുഴപ്പമില്ല, അത്ര വലിയ വാല്യൂസ് വരുമെന്നേ ഉള്ളൂ. അത് മീറ്റർ ആക്കാൻ എന്ത് ചെയ്തേക്കുന്നത്, ഇവർ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നേ ഉള്ളൂ. അതായത് ഈ 260,561 എന്നുള്ളതിനെ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ന്യൂട്ടൺ മീറ്ററിൽ അങ്ങ് എഴുതി വെച്ചെന്നേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നോക്കുക.